പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്മസിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഭാഗം സ്നാപകയോഹന്നാന്റെ ജനനമാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ 3 വായനകൾ നമ്മൾ നടത്തി. ഒരു വായനകളുണ്ട്, അത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനാണ് സഭ നമ്മളോട് പറയുന്നത്. അത് പഴയ നിയമത്തിൽ 2 വായനകളുണ്ട്, അതിൽ ഒന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഈ 3 വായനകളും എന്ന് വെച്ചാൽ ലേഖനം ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് ലേഖനത്തിൽ ഞാൻ പറയുന്നത് മറ്റു 3 വായനകളും ഒരു ജനനത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് ആദ്യത്തെ വായനകൾ നമ്മൾ കണ്ടു, ആരുടെ ജനനമാണ്? ഇസ്ഹാക്കിന്റെ ജനനം. ഓപ്ഷൻ ഉണ്ടായിരുന്ന മറ്റൊരു വായന എന്ന് പറയുന്നത് ന്യായാധിപനായിരുന്നു. ആ ന്യായാധിപന്റെ പുസ്തകത്തിൽ സാംസന്റെ ജനനമാണ് എന്ന് വായിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് എടുക്കുന്നതിനെ വിളിച്ചിട്ട് നമ്മൾ ഇസ്ഹാക്കിന്റെ ജനനമാണ് വായിച്ചത്. പിന്നെ പുതിയ നിയമത്തിൽ നമ്മൾ വേണ്ടത് സ്നാപകയോഹന്നാന്റെ ജനനം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ജനന വിവരണങ്ങൾ ഇന്ന് തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഈ ജനനങ്ങൾക്ക് പിന്നിലെല്ലാം ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലുകൾ ഉള്ളതായിട്ടാണ് നമ്മൾ കാണുക. സ്നാപകയോഹന്നാന്റെ ജനനം നമ്മൾ കണ്ടു. അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. എന്താണ് സ്നാപകയോഹന്നാന്റെ ജനനത്തിന് പിന്നിലുള്ള ദൈവിക ലക്ഷ്യം? യേശുവിന്റെ മുന്നോടിയാണ്. അതാണ് ദൈവിക ലക്ഷ്യം. ഇസ്ഹാക്കിന്റെ ജനനത്തിന് പിന്നിലൊരു ദൈവിക ലക്ഷ്യമുണ്ട്. എന്താണത്? പറയൂ. പറഞ്ഞു. ഇസ്ഹാക്കിന്റെ പിന്നിലുള്ള ജനനത്തിന് പിന്നിലുള്ള ദൈവിക ലക്ഷ്യം പറഞ്ഞു. ആർക്ക് പറയാം? അതായത് അബ്രാഹം ചിന്തിക്കുകയാണ്, എനിക്ക് 100 വയസ്സായി, എനിക്കൊരു കൊച്ച് ഉണ്ടാവില്ല. പക്ഷെ ദൈവം അബ്രാഹത്തിനോട് പറയുന്നു, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. ആ കുഞ്ഞുങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ കടൽത്തീരത്തെ മണത്തരികൾക്ക് തുല്യമായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അബ്രാഹത്തിന്റെ ആ ഒരു ബോധ്യം, എനിക്കിനി കുഞ്ഞുണ്ടാവില്ല, അതല്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ് എന്നുള്ള ആ ഒരു തലത്തിലേക്ക് അബ്രാഹത്തെ ഉയർത്താൻ, അത് മാത്രമല്ല ദൈവത്തിന്റെ വാഗ്ദാനം പൂർത്തീകരിക്കാനാണ് ദൈവം അബ്രാഹത്തിന് നൽകുന്നത്, ഇസ്ഹാക്കിനെ. മറ്റൊരു ജനനം എന്ന് പറയുന്നത് സാംസന്റെ ജനനമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തില് അതിൽ ലക്ഷ്യം പറയുന്നുണ്ട്. അത് ദൈവികമായ ഒരു പ്രത്യേക ഇടപെടലാണ് ഈ ജനനം നടക്കുക. 13-ാമത്തെ അധ്യായത്തിലാണ്. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന് മുമ്പിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവർ 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. കണ്ട് വചനത്തിന്റെ ഒരു ഇത് ശ്രദ്ധിക്കണം നമ്മൾ. എന്താണ് തിന്മ ചെയ്തു എന്ന് പറയുന്നത്? അപ്പോൾ ദൈവത്തിന്റെ സംരക്ഷണം അവരെ വിട്ടുപോവുകയാണ്. അപ്പോൾ അവർക്ക് ദുരിതങ്ങൾ കടന്നു വരിക, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുക. അവിടെ നിന്ന് 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാളുണ്ടായിരുന്നു. അവരുടെ ഭാര്യ വന്ധ്യയായിരുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ചിട്ട് പുത്രനെ പ്രസവിക്കും, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങൾ കുടിക്കരുത്, അശുദ്ധമായ ഒന്നും ഭക്ഷിക്കരുത്. നീ ഗർഭം ധരിച്ചിട്ട് പുത്രനെ പ്രസവിക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. അപ്പൊ അവരുടെ ദൗത്യം എന്താണ്? ഫിലിസ്ത്യരുടെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ ആക്രമണത്തിൽ നിന്നും ആര് രക്ഷിക്കണം? ഇസ്രായേൽക്കാരെ. ഈ സാംസന്റെ ജീവിതത്തിലൊക്കെ വായിച്ച് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ വളരെ കൃത്യം വ്യക്തമായിട്ടൊക്കെ വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ജനന വിവരണത്തിലെല്ലാം കാണുന്നത് എന്താണ്? ഈ ജനനത്തിന്റെ പിന്നിലെല്ലാം ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ അടുത്ത നിഗമനത്തിലേക്ക് എത്തുന്നത്.
നമ്മുടെ എല്ലാവരുടെയും ജനനം യാദൃശ്ചികമായിട്ട് സംഭവിച്ചതല്ല. നമ്മുടെ എല്ലാവരുടെയും ജനനത്തിന് പിന്നിൽ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. ഇത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ എല്ലാവരുടെയും ജനനത്തിന് പിന്നിൽ എന്തുണ്ട്? ദൈവത്തിന് ഒരു ലക്ഷ്യം. അത് വെറുതെ പറയണതല്ല, വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിലാണ് നമ്മളത് പറയുന്നത്. യെരമ്യായുടെ പുസ്തകത്തില് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ടും ആ ഒരു ലക്ഷ്യത്തെ പറ്റി പറയുന്നുണ്ട്. യെരമ്യ 1-ാമത്തെ അധ്യായത്തില് 4-ാം വാക്യത്തില് യെരമ്യയുടെ ജീവിതത്തിന്റെ ആ ജനനത്തിന്റെ ലക്ഷ്യത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് തിരുവചനം നമ്മൾ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പൊ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു, നിന്നെ ഞാൻ ജനതകളുടെ പ്രവാചകനായിട്ട് അവതരിപ്പിച്ചു. ഇതേ രീതിയിൽ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, ജനനത്തിന് മുൻപേ ദൈവം എന്നെ തെരഞ്ഞെടുത്ത് വിജാതിയുടെ അപ്പസ്തലനായിട്ട് നിയോഗിച്ചു. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ ജനനം യാദൃശ്ചികമല്ല. നമ്മുടെ ജനനത്തിന് പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഈ ഒരു തിരിച്ചറിവ്, നമ്മൾ വെറും മൃഗങ്ങളെ പോലെ ജനിച്ച് മരിച്ച് മണ്ണടിച്ച് പോകാനുള്ളവരല്ല എന്നുള്ള കാര്യം നമുക്കൊരു പദ്ധതി. ഈ പദ്ധതിയെ പറ്റി വളരെ കൃത്യമായിട്ട് പിന്നെ വചനം പറയുന്നുണ്ട്. വചനം ഇങ്ങനെ ഇത് വിടർത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത ഇതാണ്. എന്താണ്? ഈ പദ്ധതി നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി. അതാണ് നമ്മൾ അത്യന്തികമായിട്ട് മനസ്സിലാക്കുന്നത്. ഇത് ക്രമേണ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രത്യാശയും പ്രതീക്ഷയും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന പദ്ധതി. അതിനെപ്പറ്റി വ്യക്തത നമുക്ക് നൽകുന്നത് യെരമ്യ തന്നെ 29-ാമത്തെ അധ്യായമാണ്. അവിടെ ഇപ്രകാരം പറയുകയാണ്, നിന്നെ കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി. അപ്പോൾ പ്രിയമുള്ള ഒരു മനുഷ്യജീവന്റെ വിജയം, മനുഷ്യജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? ഈ പദ്ധതി മനസ്സിലാക്കുക എന്നുള്ളത്. എന്താണ് ദൈവം എന്നതൊക്കെ എന്നെ പറ്റിയുള്ള പദ്ധതി? ആ പദ്ധതി തിരിച്ചറിയുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പദ്ധതി എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? ഇന്ന് പലരും ചിന്തിക്കുന്നത് കളക്ടർ ആവുക, ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, ഇതൊക്കെയാണ് ജീവിത ലക്ഷ്യമെന്നാണ്. അല്ല, കളക്ടർമാർ ആയിട്ട് കൊള്ളക്കാരായി മാറിയാലോ, ഡോക്ടർമാരായിട്ട് കത്തിവെക്കുന്ന ആൾക്കാരായിട്ട് മാറിയാലോ, എഞ്ചിനീയർമാരായിട്ട് കള്ളത്തരം കാണിച്ചാലോ, അതൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമല്ല. അവരൊക്കെ മനുഷ്യദൃഷ്ടിയിൽ വലിയ ആൾക്കാരായിരിക്കാം, പക്ഷെ ദൈവം നോക്കുന്ന എവിടേക്കുക? മനുഷ്യൻ ബാഹ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ ദൈവം നോക്കുന്നത് അവന്റെ ഹൃദയത്തിലേക്കാണ്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ ഒത്തിരി മനുഷ്യർ വഴി പിഴപ്പിക്കപ്പെട്ടു പോകുന്ന മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പറ്റിയുള്ള പദ്ധതി എന്താണ്? അതാണ് ദൈവം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? പരിശുദ്ധ അമ്മ ഞെട്ടിപ്പോയി. എവിടെ ഞെട്ടിപ്പോയത്? ദൂതൻ പറയുകയാണ്, എന്താണ്? മറിയമേ, നീ ഭാഗ്യവതിയാണ്, നീ ഒരു പുത്രനെ പ്രസവിക്കും. അവൾ പരിഭ്രാന്തയെന്ന് പറയുന്നത്. എങ്ങനെ ഞാൻ പ്രസവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഉണ്ടോ? അപ്പോൾ ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അല്ലോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. പിന്നെ കാര്യങ്ങളെല്ലാം പടിപടിയായിട്ട് നിനക്ക് അവൻ വെളിപ്പെടുത്തി. അപ്പോൾ നമ്മെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ, നമ്മളിൽ നിറയുമ്പോൾ, ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ തിരിച്ചറിവ്
അതുകൊണ്ട് വിശുദ്ധ പൗലോസ് വളരെ ഗൗരവമായിട്ട് പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിർവീര്യമാകരുത്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ഇതൊക്കെ വചനം പറയുന്നതാണോ? അപ്പോ നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. അപ്പോൾ ഈ ഒരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുകയും ലോകം മുഴുവൻ പിഴച്ചു പോയാലും ഞാൻ പിഴച്ചു പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാം. കാരണം ലോകത്തെ നന്നാക്കുക, ലോകം മുഴുവൻ നന്നാവുക എന്നുള്ളതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് നന്നാവും. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ്? എന്നിലുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ അവഗണിക്കാനായിട്ട് പാടില്ല. ആ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകാനായിട്ട് കാരണം അത് എന്താണത്? കാരണം ആ പരിശുദ്ധാത്മാവ് ക്രമേണ എന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി എനിക്ക് വെളിപ്പെടുത്തി ആ പദ്ധതി അനുസരിച്ച് ഞാൻ മുന്നേറുമ്പോഴാണ് എനിക്ക് സന്തോഷമാവുക, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് സന്തോഷമാവുക, എൻ്റെ നാട്ടുകാർക്ക് സന്തോഷമാവുക, സകലർക്ക് പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന ഒരു പദ്ധതിയാണ് എന്നെ പറ്റിയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പദ്ധതി എങ്ങനെയാണ് ഗ്രഹിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പദ്ധതിയെ തകർക്കാനായിട്ട് എന്തിനു സാധിക്കും? പറയൂ. ഞാനത് ഈ കുർബാന ആരംഭത്തിൽ അത് സൂചിപ്പിച്ചു. ഈ പദ്ധതി അട്ടിമറിക്കാൻ, ഈ പദ്ധതിയെ തകർന്ന് തരിപ്പണമാക്കാനായിട്ട് എന്തിനു സാധിക്കും? പാപത്തിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാപം ചെയ്യുന്നവന് എന്തില്ല? ഭാവിയില്ല. ദൈവഭക്തി ഇല്ലാത്തവന്റെ പ്രത്യാശ നശിക്കും. കാരണം ഈ പ്രത്യാശയിലാണ് നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോകുന്നത്. ഈ പദ്ധതി ആത്മാവിൽ ഒരു വ്യക്തി ഗ്രഹിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ പ്രത്യാശ ഉണ്ടാവുകയാണ്, ഒരു പ്രതീക്ഷ ഉണ്ടാവുകയാണ്. ആ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ ഇത് ഗ്രഹിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പ്രിയപ്പെട്ടവർക്ക് സാധിക്കും. ഈ പരിശുദ്ധാത്മാവാണ് പദ്ധതി എന്ന് നമുക്ക് മനസ്സിലാക്കിയത്. ഈ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോയാൽ ക്രമേണ നമ്മൾ ആ പദ്ധതിയിലൂടെ പോകും. ദൈവത്തിന് മനുഷ്യർക്ക് പ്രിയപ്പെട്ടവരായിട്ട് നമ്മൾ മാറും. ഈ പദ്ധതി അട്ടിമറിക്കപ്പെടുന്നത് പിശാചിനാലാണ്. അത് പാപം ചെയ്യുക വഴിയാണ്. ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ദാവീദ് ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നല്ലോ. ദാവീദിന് എന്തായിരുന്നു തെറ്റ്? കുറ്റം, ഒരു കുറ്റം ഉണ്ടായില്ല. ദൈവം അവനെ തെരഞ്ഞെടുത്തതാ. എന്റെ ഹൃദയത്തിലാണെങ്കിൽ മനുഷ്യൻ എന്നാണ് ദാവീദിനെ പറ്റി പറയുക. ദാവീദിനെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി ക്രമേണ പൂർത്തീകരിക്കപ്പെടുന്നത് മനസ്സിലാക്കുന്ന ദാവീദ് അവൻ രാജാവായ അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം നടത്തുന്ന മനോഹരമായ പ്രാർത്ഥനയുണ്ട്. അവന്റെ ചാപ്പലിലിരുന്ന്, അവന്റെ ദേവാലയത്തിലിരുന്ന് വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ട് നടത്തുന്ന പ്രാർത്ഥന വിശുദ്ധ ഗ്രന്ഥം കൂറിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം നമുക്ക്. 7-ാമത്തെ അധ്യായത്തില് 18-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അപ്പോൾ ദാവീദ് രാജാവ് കൂടാരത്തിനകത്ത് ചെന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവേ, അങ്ങ് എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു? ദൈവമായ കർത്താവേ, ഇത് അങ്ങേക്ക് എത്ര നിസ്സാരം. വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസന്റെ കുടുംബത്തിന്റെ വിദൂര ഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരുളി ചെയ്തിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് കവിഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യന് അവനെ പറ്റിയുള്ള പദ്ധതി മാത്രമല്ല, അവന്റെ ഭാവി തലമുറകളെ കുറിച്ചുള്ള പദ്ധതി കൂടി ആര് വെളിപ്പെടുത്തി കൊടുക്കും? ദൈവം വെളിപ്പെടുത്തി കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ദാവീദ് പാപം ചെയ്തു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ദാവീദ് പാപം ചെയ്തു. ആ പാപം ചെയ്തിട്ടപ്പോൾ എന്താ സംഭവിച്ചത്? നാദാൻ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കി, അദ്ദേഹം അനുദപിച്ച് പശ്ചാത്തപിച്ച് പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന മെയിൻ കാര്യം ഇതാണ്: ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുത്. അപ്പൊ ഈ പരിശുദ്ധാത്മാവായിരുന്നു ദാവീദിന്റെ ആനന്ദം. ഈ പരിശുദ്ധാത്മാവായിരുന്നു ദാവീദിന്റെ മധു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തേൻ എന്ന് പറയുന്നത്, ജീവിതത്തിന്റെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ക്രമേണ ഈ പരിശുദ്ധാത്മാവിനെ ഉപേക്ഷിച്ചുകൊണ്ട് പാപം ചെയ്തപ്പോൾ, ആത്മാവിന്റെ സാന്നിധ്യം വിട്ടുപോയപ്പോൾ അദ്ദേഹത്തിന് ഭാവി കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹം നിരാശയിലേക്ക് വീഴുകയാണ്, അദ്ദേഹം ഡിപ്രഷനിലേക്ക് വീഴുകയാണ്. മനസ്സിലാക്കേണ്ടത്. പക്ഷെ അദ്ദേഹം പശ്ചാത്തപിച്ചു. ദൈവത്തിന്റെ പദ്ധതി പിന്നെയും അവരുടെ ജീവിതത്തിൽ തുടരുന്നത് നമ്മൾ. അപ്പൊ ഇത്തരം മനുഷ്യരെ പറ്റിയാണ് പറയുക. എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം ദൈവം നന്മയ്ക്കായിട്ട്. നമുക്ക് തെറ്റുപറ്റാം, മനുഷ്യനാണ്, മലാകമാരല്ല. പക്ഷേ അനുദപിക്കുക. അപ്പോൾ ഈ പദ്ധതി
നഷ്ടപ്പെട്ടു പോകില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിന്നത്തെ വിഷയം നമ്മൾ ധ്യാനിച്ചപ്പോൾ നമ്മൾ കണ്ടത് ഇതാണ്. എന്താണ്? ദൈവത്തിൻ്റെ പദ്ധതിയെ പറ്റിയാണ്. നമ്മൾ ജനിച്ചിരിക്കുന്നത് അവിചാരിതമായിട്ടല്ല, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. ദൈവത്തിന് നമ്മളുടെ ജീവിതത്തെ പറ്റി എന്തുണ്ട്? ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ നമ്മൾ പാപം ചെയ്യാതെ ദൈവകൽപ്പനകളുടെ വഴിയെ നടക്കണം. ആ വഴിയെ നമ്മൾ ക്രമേണ പദ്ധതി നമ്മൾ വെളിപ്പെടും. ആ പദ്ധതി അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കും കുടുംബത്തിനും അത് സന്തോഷത്തിന്, അനുഗ്രഹത്തിന്, ഐശ്വര്യത്തിന് കാരണമായിട്ട് ഒരു പക്ഷെ കണ്ണുകളെ നോക്കുകയാണ്. കർത്താവായ ഈ പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവാണ് പദ്ധതി നമുക്ക് പടിപടിയായിട്ട് മനസ്സിലാക്കി തരുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, നിങ്ങളുടെ കൽപ്പനകൾ ധിക്കരിച്ച് ഞങ്ങളുടെ ഇഷ്ടം പോലെ പോയപ്പോൾ ഞങ്ങൾ ഉന്നതി പ്രാപിക്കാൻ നിലനിർത്തി എന്നുള്ള ആ വേദവാക്യം ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നു. കർത്താവേ, മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള അങ്ങയുടെ പദ്ധതി യഥാസമയം തിരിച്ചറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് അതീതെ പിന്തുടരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനിലേക്കും